മുനമ്പം വിഷയത്തിൽ UDF നിലപാട് എന്താ? ലീഗിനെ KM ഷാജി ഇന്നലെ പ്രസംഗത്തിലൂടെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നതാണ് ലീഗിന്റെ അഭിപ്രായമെന്ന് പിന്നീട് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ വിശദീകരിച്ചു. ഷാജിയുടെ നിലപാട് തള്ളിയെങ്കിലും തുടർ പ്രതികരണത്തിന് സാധ്യത ഏറെയാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന സതീശന്റെ പ്രസ്താവന പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അങ്ങനെ ലീഗിന് ഒരു അഭിപ്രായം ഇല്ലെന്നുമായിരുന്നു KM ഷാജി പ്രസംഗിച്ചത്. എന്നാൽ സതീശനെ പരസ്യമായി തള്ളിപ്പറയേണ്ടെന്ന നിലപാടാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നും ലീഗ് ആവർത്തിക്കുന്നുണ്ട്. കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുമെന്നതിനാൽ കരുതലോടെ നീങ്ങാനാണ് ലീഗിന്റെ നീക്കം. ഇന്നലെ KM ഷാജിയും PK കുഞ്ഞാലിക്കുട്ടിയും ആദ്യം KM ഷാജി സംസാരിച്ചു, പിന്നീട് കുഞ്ഞാലിക്കുട്ടി മറുപടി പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? ആണ് പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്? ലീഗിന്റെ അഭിപ്രായം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞ അതിൽ മാറ്റമൊന്നും വരില്ല. അങ്ങനെ മുനമ്പം വിഷയം സാമുദായിക സ്പർദ്ധത്തിന് വേണ്ടി ചിലർ അജണ്ടാക്കിയെടുത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് മുസ്ലിം സംഘടനകളെ യോഗം ചേർന്ന് അതിനെ സംബന്ധിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ട് നിങ്ങൾ കോഴിക്കോട്ടെ പത്രക്കാരോട് പറഞ്ഞത്. ലീഗ് അവിടെ നിൽക്കുന്നു. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി BJPയും ഇടതുപക്ഷവും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് കൊണ്ടുനടക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങളാരും പാർട്ടി ആവണ്ട, അത് അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. വളരെ KM ഷാജി ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചത് എങ്കിൽ പോലും ലീഗിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം പറയാൻ, അല്ലെങ്കിൽ സതീശന്റെ പ്രസ്താവനയെ തള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം പറയാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ കാസർഗോഡ് ചട്ടഞ്ചാലിൽ നടന്ന മുസ്ലിം ലീഗ് പൊതുയോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മറുപടിയായി KM ഷാജി വീണ്ടും രംഗത്ത് വന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുനമ്പം പ്രശ്നത്തിൽ ഇടപെട്ടത് വഖഫ് ഭൂമി ആയതുകൊണ്ടാണ്, കേവലം ഭൂമി പ്രശ്നം മാത്രമായിരുന്നുവെങ്കിൽ തങ്ങൾക്ക് എന്തായിരുന്നു റോളെന്നും KM ഷാജി ചോദിച്ചു. വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും ഷാജി തുറന്നടിച്ചു. മുനമ്പം വഖഫ് ഭൂമിയാണ് നിലപാട്, മനസ്താവില്ലെന്നും മാറ്റിപ്പറയില്ലെന്നും അത് പറഞ്ഞതിന്റെ പേരിൽ തന്നോട് ദേഷ്യം പിടിക്കേണ്ടെന്നും കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഷാജി പ്രസംഗിച്ചു. അത്ഭുതകരമായ വാർത്ത എന്ന പോലെയാണ് ടിവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു അത്രേ മുനമ്പം വഖഫ് ഭൂമിയാണെന്ന്. ഭയങ്കര അത്ഭുതം. ഇത് KM ഷാജി പറഞ്ഞതാ. ഇനി KM ഷാജി പറഞ്ഞാൽ ഒരു ഭൂമി വഖഫാകുമോ? KM ഷാജി അല്ലെന്ന് പറഞ്ഞാൽ ഒരു വഖഫ് ഭൂമി അല്ലാതെയാവുമോ? വഖഫ് ഭൂമിയാണ് എന്നതിന്റെ തെളിവെന്തെന്നറിയുമോ? ട്രിബ്യൂണലിൽ പറയാണ് വഖഫാണെന്ന്. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വഖഫ് ഭൂമി അല്ല എന്ന് നിങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത്, പിന്നെ എന്താണ് മുനമ്പത്തെ വിഷയം? വഖഫ് അല്ലെങ്കിൽ പിന്നെ മുനമ്പത്ത് എന്താ വിഷയം? അതൊരു കോർട്ട് കേസല്ലേ? ഞാൻ വഖഫാണെന്ന് പറഞ്ഞാൽ അത് വഖഫാകുമോ? ഞാൻ വഖഫല്ലെന്ന് പറഞ്ഞാൽ അത് വഖഫല്ലാതെയാകുമോ? പ്രതിപക്ഷ നേതാവ് വഖഫാണെന്ന് പറഞ്ഞാൽ അല്ലെന്ന് പറഞ്ഞാൽ അത് വഖഫാവുകയും അല്ലാതാവുകയും ചെയ്യുമോ? അതിന് പറഞ്ഞ കാര്യം എന്താ അറിയോ? VD സതീശനെ തള്ളി KM ഷാജി. ഞാനിങ്ങനെ തള്ളുന്നത് കാത്ത് സതീശനെ ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്റെ അഭിപ്രായം എന്ത് തള്ളലാണത്? ഇതിനൊരു കോമൺ സെൻസ് പോലെ നിങ്ങൾ പോയി പരിശോധിച്ച് കോർട്ടിൽ കിടക്കുന്ന കേസ് എന്താണ്? മുനമ്പത്തെ ആളുകൾ പറയുന്ന പ്രശ്നം എന്താണ്? ഞങ്ങളല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വഖഫ് ഭൂമിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം എന്നറിയോ? അത് അവിടുത്തെ ഇരകളുടെ പ്രശ്നമല്ല, മറിച്ച് അവർക്ക് ആ ഭൂമി കൊടുത്ത ക്രിമിനലുകളുടെ പ്രശ്നമാണ്. അത് പരിശോധിക്കേണ്ടത് ഷാജിയാണോ, സതീശനാണോ, ലീഗാണോ, കോൺഗ്രസ് ആണോ, CPM ആണോ? അല്ല, ഗവൺമെന്റ് ആണ്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് ചെയ്യണ്ടേ? ഗവൺമെന്റ് പരിശോധിക്കണ്ടേ? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിനകത്ത് എടുക്കുന്ന നേതൃപരമായ പങ്കെന്താണെന്ന് അറിയുമോ? വഖഫായത് കൊണ്ടാണ്. അല്ലെങ്കിൽ തങ്ങൾക്ക് എന്ത് റോള്? ഏതോ നാട്ടിൽ കുറെ ആളുകളെ ഭൂമി വാങ്ങി
ആ ഭൂമിയുടെ രേഖകളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, തങ്ങൾ അവിടെ പരിഹരിക്കാൻ പോവാ. തങ്ങൾക്ക് എന്താ കാര്യമുള്ളത്? തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇത് വഖഫ് ഭൂമി ആയതുകൊണ്ടാണ്. അവിടുന്ന് സതീശനെ തള്ളി ഷാജി, ഷാജിനെ തള്ളി സതീശൻ എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. സത്യസന്ധതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു ആ ഭൂമി വഖഫ് ഭൂമിയാണ്. അല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ. വസ്തുത ഇതാണ്. ഞാൻ പിന്നെയും പറയുന്നു, ഒരു കല്ലുകിടയുടെ മനസ്താപമോ അല്ലെങ്കിൽ മാറ്റിപ്പറയലോ ഇല്ലാതെ ഞാൻ പറയട്ടെ, മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയുന്നത് ട്രിബ്യൂണലാണ്, രാജ്യത്തിലെ ഗവൺമെന്റാണ്. അത് പറയണം, അത് പറയാതിരിക്കരുത്. ഇപ്പൊ ഓരോ വിഷയങ്ങൾ ഇത് പറയുന്നതിന് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? വളരെ കൃത്യമായി തന്നെ കെ എം ഷാജി തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഒപ്പം കെ എം ഷാജിയെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് ലീഗ് നേതാവ് MLA-യുമായ MK മുനീർ രംഗത്തെത്തിയിരുന്നു. ലീഗും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയും മുനമ്പം ഭൂമി വഖഫാണ് നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് മുനീർ ഷാജിയെ പിന്തുണച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞത്. അങ്ങനെ ലീഗ് രാഷ്ട്രീയത്തിൽ മുനമ്പം മറ്റൊരു ഏട് തുറക്കുകയാണ് എന്നത് പ്രധാനമാണ്. കാരണം നമുക്കറിയാം, കുഞ്ഞാലിക്കുട്ടി പക്ഷവും മറുപക്ഷവും എന്ന രീതിയിൽ ലീഗിൽ അല്ലാതെ തന്നെയുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇവിടെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഷാജിയെ കൃത്യമായി തള്ളി പറയുന്നുണ്ട് എങ്കിൽ പോലും മുനമ്പത്ത് അങ്ങനെ പൂർണ്ണമായും തള്ളാൻ ലീഗിനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CV അനുമോദും നവമി ദിനേശും ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. അനുമോദ്, അതാണ് പ്രശ്നം. കാരണം ലീഗിന് ഷാജിയുടെ നിലപാടിനെ തള്ളാൻ പറ്റില്ല. ഒറ്റയടിക്ക് മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന് കുഞ്ഞാലിക്കുട്ടിക്കോ തങ്ങൾക്കോ പറയാൻ സാധിക്കില്ല. അവിടെയാണ് പ്രസക്തമായി ഷാജി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് തങ്ങൾ ഇടപെടണമെങ്കിൽ അതൊരു വഖഫ് ഭൂമിയാണെങ്കിലാണല്ലോ, അല്ലാതെ സാധാരണ ഭൂമി പ്രശ്നമാണെങ്കിൽ തങ്ങൾക്കെന്ത് റോൾ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വളരെ കൃത്യമായി തന്നെ വിശദീകരണം നൽകേണ്ടി വരും, അല്ലെങ്കിൽ ലീഗിന് വിശദീകരണം നൽകേണ്ടി വരും. UDF-ലെങ്കിലും എന്താണ് ലീഗിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്നതിൽ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഈ നേതൃത്വം ഇതുവരെ സ്വീകരിച്ചൊരു നിലപാട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന തരത്തിൽ തന്നെയാണ്. ഇതിൽ നേരത്തെ തന്നെ സാമുദായികമായിട്ടുള്ള ഒട്ടേറെ വിമർശനങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ലീഗിനെതിരെ ഉയർന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ലീഗ് നേതൃത്വം കടുത്ത നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കാതെ അവിടെ ഉള്ളവരെ കുടിയൊഴിപ്പിക്കുന്നതല്ല ലീഗിന്റെ നിലപാട്, അവർക്കൊപ്പം നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു ഭൂമി ആരുടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാതെ സർക്കാരിന്റെ മേൽ പഴിചാരി മുന്നോട്ട് പോവുകയായിരുന്നു ലീഗ് നേതൃത്വം ചെയ്തിരുന്നത്. നമ്മൾ പലകുറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളോട് PD സതീശന്റെ ഈ മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന പ്രസ്താവനയോട് മറുപടി ആരാഞ്ഞിരുന്നു. അതേക്കുറിച്ചല്ല ലീഗിന് ചർച്ച ചെയ്യാനുള്ളത്, അത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കൂടിയാണെന്ന നിലപാടെടുത്തുകൊണ്ടാണ് അന്ന് അവർ ഒഴിഞ്ഞു മാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ KM ഷാജി ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് പൊതുവേദികളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. KM ഷാജി പറയുന്നത് ലീഗിന് തള്ളിക്കളയാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യമല്ല. നേരത്തെ ഷാജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും സ്ഥലത്തെ ഒരു സ്ഥലമിടപാടാണെങ്കിൽ അവിടെ തങ്ങളുടെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രസക്തമായ ഒരു കാര്യം. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് സാമുദായിക സംഘടനകൾ സ്വീകരിച്ച്, പ്രത്യേകിച്ച് ലീഗിന്റെ പോഷക സംഘടനകളായി നിൽക്കുന്ന യുവജന സംഘടനകൾക്കും അവർക്ക് പിന്തുണയ്ക്കുന്ന സാമുദായിക സംഘടനകളൊക്കെ ഇതിൽ വഖഫ് ഭൂമിയാണ് എന്ന കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് അത് തുറന്നു പറയുക എന്നുള്ളത് UDF-ൽ നിന്നുകൊണ്ട് ഈ സമയത്ത് സാധ്യമായ ഒന്നല്ല. അതുകൊണ്ടാണ് ലീഗ് പ്രായോഗികമായ നിലപാട് സ്വീകരിച്ച് ആ വിഷയത്തിൽ വഖഫ് മുനമ്പത്തെ ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ അവിടുത്തെ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാർ ആണെന്ന തരത്തിലൊരു സമീപനത്തിലേക്ക് വന്നത്. അത് പ്രായോഗികമായിട്ട് ലീഗ് എടുക്കുന്ന ഒരു നിലപാടാണ്. പക്ഷെ അതിനെയാണ് ഇപ്പോൾ KM ഷാജിയുടെ ഈ തുറന്നു പറച്ചിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് ഇതിന് ഉത്തരം പറയാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. കാരണം അങ്ങനെ KM ഷാജി പറഞ്ഞത് തള്ളിക്കളയാനും കഴിയുകയില്ല. എന്നാൽ അത് സ്വീകരിക്കുക UDF-നുള്ളിൽ തന്നെ സതീശനെ തള്ളിക്കളയുന്ന ഒരു നിലപാടിലേക്ക് വരും. അതാണ് ഇവിടെ ലീഗിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ എന്ത് പറഞ്ഞാലും അത് നിലവിലുള്ള സാഹചര്യങ്ങളെ വഷളാക്കുന്ന തരത്തിലേക്ക് പോകാനും പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ലീഗ് ഇതിൽ ഒരു സംയമനത്തിന്റെ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ KM ഷാജിയുടെ തുറന്നു പറച്ചിൽ ഈ ഷാജിയുടെ തുറന്നു പറച്ചിൽ അനുമോദം അതിലൊരു പ്രശ്നമുള്ളത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പശ്ചാത്തലമാണ്. ഇത്രയും നാൾ ഇങ്ങനെ പരസ്യമായി ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരുന്നു മാധ്യമപ്രവർത്തകരുടെ, അല്ലാതെ ലീഗ് നേതാക്കളാരും തയ്യാറായിരുന്നില്ല. 2 ആഴ്ച മുമ്പ് മുനീർ ഒരു അഴകുഴമ്പൻ മട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്ന് ഒഴിച്ചാൽ. പക്ഷേ ഇങ്ങനെ ഈ വിഷയം പൊതുജന മധ്യത്തിൽ ചർച്ചയാക്കുന്നതിലൂടെ
ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് തനിക്കുണ്ട് എന്ന് ഷാജി പറയുന്നതിലൂടെ മറ്റെന്തെങ്കിലും ഷാജി ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം ഇന്ന് പ്രധാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു യോഗം നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ലീഗ് രാഷ്ട്രീയത്തിൽ രണ്ട് ചേരികളുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയാണ് ഷാജി തുറന്നു പറയുകയും അതിനെ കുഞ്ഞാലിക്കുട്ടി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത്. അതേസമയം സതീശന് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം കൂടി, ഈ അവസരം കൂടി ഒരു പ്രധാനമാണല്ലോ, ഈ തുറന്നു പറയുന്ന സമയം കൂടി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സമസ്ത നേതൃത്വത്തിന് തങ്ങൾക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞ വ്യക്തിയാണ് കെ എം ഷാജി. കെ എം ഷാജി പറഞ്ഞ അത്ര അതിരൂക്ഷമായ മറുപടികൾ സമസ്ത നേതൃത്വത്തിന്, അതായത് തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്കെതിരെ മറ്റാരും തന്നെ ഉന്നയിച്ചു കാണില്ല. അങ്ങനെ സാമുദായിക സംഘടനകളെ ഒരു വിഭാഗത്തിന്റെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യമാണ് ഷാജികളുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഷാജി സാമുദായിക സംഘടനകൾക്ക് അനുകൂലമാവുന്ന ഒരു നിലപാട് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാനാകുന്നത് ഷാജിയുടെ നിലപാട് ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ UDF വെട്ടിലാക്കുകയും എന്നാൽ സാമുദായിക സംഘടനകളെ സംബന്ധിച്ച് ഷാജിയുടെ തുറന്നു പറച്ചിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട സംഭവികാരം. അല്ല, ഷാജിയുടെ നിലപാടിനെ പരസ്യമായി തള്ളാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ആവില്ല. കാരണം വഖഫ് ഭൂമി അല്ല എന്ന് പറയാനാവില്ല. വഖഫ് ഭൂമി എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നത് അന്വേഷിക്കണം. അത് ആരാത്തരത്തിൽ ക്രമക്കേട് നടത്തി എന്ന് അന്വേഷിക്കണം എന്നാണല്ലോ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. സമവായ ശ്രമങ്ങളിലും ആ ഒരു ചർച്ചയാണല്ലോ ഉണ്ടായത്. രഞ്ജിത്ത്, ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബ് തങ്ങളും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് പാണക്കാട് വെച്ച്. നമ്മൾ അതിന്റെ ശബ്ദ സംപ്രേഷണം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ഒരു നിമിഷം തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും പാണക്കാട് ശിഹാബ് തങ്ങളും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയും അവിടെ പാണക്കാടുണ്ട്. അനുമോദും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ അനുമോദ് അവർ ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും പ്രതികരിക്കും. കാരണം ഇപ്പോൾ UDF ലീഗിലും കത്തി നിൽക്കുന്ന വിഷയം വഖഫാണ് അല്ലെങ്കിൽ മുനമ്പം ഭൂമിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും. സതീഷിനെ തള്ളിക്കളയുക എന്നുള്ളത് ലീഗിന് ഭൂഷണമല്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയമായി ഇപ്പോൾ കുറച്ചുകൂടി UDF ചേർന്ന് ലീഗ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിനോട് ചേർന്ന് ഒരു ഐക്യം രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിന് വിഘാതമാകുന്ന ഒരു പ്രവർത്തനവും ലീഗിന്റെ ഭാഗത്ത് തൽക്കാലം ഉണ്ടാകില്ല. പക്ഷേ കൃത്യമായും മുനമ്പ വിഷയത്തിൽ ലീഗിന് മറുപടി പറയേണ്ടിയും വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് തങ്ങളുടെ നിലപാട്? അതായത് മുനമ്പം വഖഫ് ഭൂമിയാണോ, അല്ലെങ്കിൽ മുനമ്പത്ത് എങ്ങനെ സമവായം സാധ്യമാകും? ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ, അവിടുത്തെ അവകാശികളായ ആളുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ ലീഗിന്റെ നിലപാട് എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ ഇതുവരെ ഇതൊരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് പൊതുവെ ലീഗ് പുലർത്തി വന്നത്. കാരണം അവർക്ക് ഭൂമിയിൽ അവകാശം വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. നമുക്ക് നവമിയിലേക്ക് ഒന്ന് പോകണം. അതിനിടയിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും ബൈറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം. നവമി, നമുക്കറിയാം മധ്യകേരളത്തിൽ ഈ മുനമ്പം വിഷയമുണ്ടാക്കിയ വലിയൊരു പ്രകമ്പനമുണ്ട്. ഈ മുനമ്പത്തേക്ക് വലിയ വിശ്വാസികളുടെ ഒരു പ്രവാഹമുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ, അവർക്ക് പിന്തുണയൊക്കെ അർപ്പിച്ചുകൊണ്ട്. അവിടെയാണ് BJPയുടെ ഒക്കെ ഇടപെടൽ ആദ്യം മുതലേ ഉണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം സതീശൻ വന്ന് UDF സംഘം വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയും കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരം പ്രത്യക്ഷമായി തന്നെ ആരംഭിക്കും UDF എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷെ അപ്പോഴാണ് ഒരു കല്ലുകടി സംഭവിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ എങ്ങനെ കാണുന്നു? മുനമ്പം സമരവാസികൾ അതിനുശേഷം അവരൊരു കത്തൊക്കെ അയച്ചല്ലോ, ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല, ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോടും UDF പറ്റും. എന്താണ് നിങ്ങളുടെ നിലപാട് എന്നുള്ളത്?